പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 109ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം നമ്മുടെ ദൈവ സൃഷ്ടിക്കായി കടന്നിട്ടുള്ളത് പാസ്റ്റർ അഖിൽ കണ്ണൂരാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസന്റെ സ്വദേശം കണ്ണൂരാണ്. ഇപ്പോൾ ഹോളി ട്രിനിറ്റി ചർച്ച് പിലാത്ര എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കും. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളു. ഹല്ലേലൂയ. അതുപോലെ തന്നെ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും ഒക്കെ എന്നെ ശ്രദ്ധിക്കുന്ന ഈ സൂമിലായിരിക്കുന്ന എല്ലാ ദൈവത്തിനെയും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട ഗ്രേസി ആന്റി, നമ്മുടെ സിജി സിസ്റ്ററുടെ അമ്മ ഗ്രേസി ആന്റിക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നേരത്തെ ഇവിടെ സിജി ആന്റി പറഞ്ഞിരിക്കുന്നത് പോലെ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചായിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിലോട്ട് കടന്നു വരുന്ന സമയം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേസി ആന്റി ഭവനത്തിലോട്ട് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ അന്ന് ദൈവിക വാഗ്ദത്തം പറയുവാൻ ഇടയായിത്തീർന്നു. നിന്നെ കുറിച്ചൊരു ദൈവവിളിയുണ്ട്, നീ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു മകനാണ് എന്ന് അന്ന് ഒരു പ്രവചനം പറയാൻ ഇടയായിത്തീർന്നു. പക്ഷേ ഞാൻ ആ പ്രവചനത്തെ ഉൾക്കൊണ്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല. മോശേനെ ദൈവം പലപ്പോഴും മോശനെ വിളിച്ചപ്പോൾ മോശ ഒഴിവുകൾ പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കർത്താവെ ഞാൻ വിക്കനാണ്, കർത്താവെ ഞാൻ തടിച്ച നാവുള്ളവനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, കർത്താവെ എനിക്ക് പല കുറവുകളുണ്ട്, എനിക്ക് ഇന്ന കുറവുകളുണ്ട്, എന്നെ കൊണ്ട് സാധിക്കത്തില്ല, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും നീ വിട്ടോ എന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഞാനോ അങ്ങയുടെ വേലക്കോ എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കോ? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇതിന് പോകത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. ഞാൻ എന്റെ വഴിയിലോട്ടേ പോകത്തുള്ളൂ. ആമേൻ. അങ്ങനെ തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ഗ്രേസിനെ തുടങ്ങി അനേകം ദൈവദാസന്മാരിലൂടെ ഈ ഒരു പ്രവചനം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വേലയ്ക്കാണ് എന്ന്. എന്നാൽ പലപ്പോഴും ഈ ആത്മീയ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോയി. ആമേൻ. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥകളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സമാധാനം നഷ്ടപ്പെട്ടു പോയി, സന്തോഷം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെയുള്ള ഒരു അവസ്ഥകളൊക്കെ എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. അങ്ങനെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ, ആമേൻ, അതെന്റെ ജീവിതത്തിൽ ഞാൻ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവം എന്നെ മെനഞ്ഞെടുക്കുവാൻ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, ആമേൻ, ആ പ്രവചന പൂർത്തീകരണത്തിനായി അവൻ എന്നെ മെനഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് നിങ്ങൾക്ക് അറിയാം, നേരത്തെ പറഞ്ഞു, എന്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. ഇപ്പോ കണ്ണൂർ ജില്ലയിൽ പ്ലാത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കൂട്ടായ്മ നടത്തുന്നു, സഭ നടത്തുന്നു. അങ്ങനെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ വിശ്വാസത്തിലോട്ട് കടന്നു വരുന്നത്. ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി കണ്ണുനീരുകൾ ചെറിയ കാലഘട്ടം മുതൽ തന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. എങ്ങനെ മുമ്പോട്ട് പോകും, എന്ത് ചെയ്യും എന്നുള്ള നിൽക്കുമ്പോൾ, ആമേൻ, ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ അന്നുണ്ടായിരുന്ന മന്ത്രവാദങ്ങൾ, അതുപോലെ പലവിധമായ ക്ഷുദ്രപ്രയോഗങ്ങൾ, അങ്ങനെയുള്ളതിലൊക്കെ പോയി. കാരണം എന്താ, രക്ഷ എന്നത് എവിടെ നിന്ന് കിട്ടും, എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതിന് പല ഹൈന്ദവമായ മാർഗത്തിലൂടെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒത്തിരി പൈസകൾ പോയി, കയ്യിലുണ്ടായിരുന്ന പൈസകളെല്ലാം പോയി. ഞാനും എൻ്റെ അമ്മയും കൂടി അങ്ങനെ പൈസകളൊക്കെ പോയി. അങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ഇനി എന്താണ് രക്ഷ, ഇനി എവിടെയാണ് രക്ഷ, എവിടെ നിന്ന് രക്ഷ കിട്ടും, ആരിൽ നിന്ന് രക്ഷ കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രിയ സഹോദരി, ആമേൻ, നമ്മുടെ ഭവനത്തിലോട്ട് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത്. ആമേൻ. അങ്ങനെ ദൈവത്തിന്റെ സുവിശേഷത്തെ അറിയുവാൻ ഇടയായിത്തീർന്നു. അന്ന് ആ രക്ഷ സ്വന്തമാക്കിയത് മുതൽ, ആമേൻ, പല ദൈവദാസന്മാരിലൂടെ ഞാൻ കേൾക്കുവാൻ ഇടയായിത്തീർന്ന വാഗ്ദത്തമാണ്, ആമേൻ, നിന്നെ കുറിച്ച് ദൈവത്തിന് വിളിയുണ്ട്, ഒരു പദ്ധതി ഉണ്ടെന്ന് പ്രിയ ആന്റിയും പലതവണ പറയുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. ആ പ്രവചന പൂർത്തീകരണമായി ഇന്ന് ഈ രാത്രികാലവും ദൈവനാമ മഹത്വത്തിനായി ഈ 109ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിൽ കൂടി വരുവാൻ ദൈവം അനുവദിച്ചു തന്ന നല്ല കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ സാക്ഷ്യത്തെ നിങ്ങളോട് പങ്കുവെക്കാൻ ഇടയായിത്തീർന്നു. കാരണം എന്താ, നമ്മളെല്ലാവരും ഒരു സാക്ഷ്യത്തോടു കൂടി കർത്താവിനെ അറിഞ്ഞവരാണ്. ആമേൻ. പറഞ്ഞു കേട്ട ക്രിസ്തുവിനെ എല്ലാം നമ്മൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ആരിലെങ്കിൽ നിന്നും, ആമേൻ, പറഞ്ഞു കേട്ട ക്രിസ്തുവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഈ പറഞ്ഞു കേട്ട ക്രിസ്തുവിനെ ആരാധിക്കുമ്പോഴാണ് ഗലാത്യ സഭയോട് പൗലോസ് പറഞ്ഞതുപോലെ മറ്റൊരു സുവിശേഷം കേൾക്കുമ്പോൾ മറഞ്ഞു പോകുന്നത്. ആമേൻ.
ക്രിസ്തുവിനെ യഥാർത്ഥമായി ആഴത്തിൽ അറിയണമെങ്കിൽ, യഥാർത്ഥമായ ശിഷ്യത്വം, അവന്റെ ശിഷ്യത്വം യഥാർത്ഥമായി സ്വീകരിക്കണമെങ്കിൽ പറഞ്ഞു കേട്ട ക്രിസ്തുവിനെ അല്ല, അനുഭവിച്ച ക്രിസ്തുവിനെ നിങ്ങൾ പിന്തുടരണം. ഹല്ലേലൂയ. എന്താണ് അനുഭവിച്ചത്? ഞാൻ എന്റെ സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെ വീണ്ടെടുത്ത കർത്താവ്, നമ്മളായിരിക്കുന്ന മിസ്രൈം ദേശത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്ന കർത്താവ്, നമ്മളായിരിക്കുന്ന ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്ന കർത്താവ്, ആ കർത്താവ് അവൻ ആരാധനക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആത്മീയ സന്തോഷത്തിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ആരാധനയാണ്. നമുക്കറിയാം, ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനം അവരുടെ സന്തോഷം കൊണ്ട്, കാരണം അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആ ഒരു സന്തോഷം കൊണ്ട്, ആമേൻ, അവർ തപ്പെടുത്ത് ആരാധിക്കുവാനും തുള്ളിച്ചാടുവാനും മതിമറന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചങ്ങലകളെ പൊട്ടിച്ച്, ശാപങ്ങളെ പൊട്ടിച്ച്, ഫറവോനെ മാറ്റി തന്ന്, ആമേൻ, ചെങ്കടൽ എന്ന പോലെ ജീവിതത്തിൽ വഴി തുറന്നു തന്ന് ദൈവം അത്ഭുതകരമായി നമ്മളെ നടത്തിയെങ്കിൽ നമ്മൾ എത്രമാത്രം സന്തോഷത്തോടുകൂടി ദൈവത്തെ ആരാധിക്കും പ്രിയ ദൈവത്തിലെ. ഹല്ലേലൂയ. നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആമേൻ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ആത്മീയ സന്തോഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ഫറവോന്റെ മുന്നിൽ പോയി പറഞ്ഞു. ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന്റെ ജനത്തെ വിട്ടയക്കണം. ആമേൻ. പലപ്പോഴും പല ഫറവോന്മാരുടെ അടിമത്തത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിച്ചത് എന്തിനു വേണ്ടിയാ? പല ശാപത്തിൽ നിന്നും, പല പാപത്തിൽ നിന്നും, പല രോഗാവസ്ഥകളിൽ നിന്നും ദൈവം നിന്നെ വിടുവിച്ചത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയാ. നിന്നെ വിടുവിച്ചത് നീ നിന്റെ വഴിയിലോട്ട് പോകാനല്ല, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ യാത്ര ചെയ്യാനല്ല, പിന്നെയോ ദൈവത്തെ ആരാധിപ്പാനാ ദൈവം നിന്നെ വിടുവിച്ചത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ആമേൻ അവർ ഇതാ സ്വന്തം ദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. സ്വന്തം ദേശത്തോട് യാത്ര തിരിക്കുമ്പോൾ അവർ മുമ്പോട്ട് പോകുന്നത് മുതൽ അവർക്ക് തുടങ്ങിയതാ ഒത്തിരി പ്രതിസന്ധികൾ. ചെങ്കടൽ തുടങ്ങി ഒത്തിരി പ്രതിസന്ധികൾ വന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ഈ നിത്യത എന്ന ലക്ഷ്യത്തിൽ നമ്മൾ ഈ ലോകത്തിൽ യാത്രയിലായിരിക്കുമ്പോൾ ആമേൻ അതുപോലുള്ള ചെങ്കടലുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, മരുഭൂമികൾ കടന്നു വരാം, തുടങ്ങിയ അനേകം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഇവിടെയെല്ലാം എന്ത് ചെയ്യണം? ആത്മീയ പക്വതയുള്ളവരായിരിക്കണം, ബുദ്ധിയുള്ളവരായിരിക്കണം. അവിടെയെല്ലാം ആ കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ടും എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്, എന്നെ കണ്ട ഒരു വിശ്വസ്തനായ ദൈവമുണ്ട്. ആമേൻ. അവൻ എന്നെ കൊണ്ടുവന്നത് ഈ മരുഭൂമിയുടെ അവസ്ഥയിലിട്ട് എന്നെ നശിപ്പിച്ചു കളയാനല്ല. അവൻ എന്നെ കൊണ്ടുവന്നത് ഈ രോഗത്തിലിട്ട് നശിപ്പിച്ചു കളയാനല്ല, ഈ പാപത്തിലിട്ട് നശിപ്പിച്ചു കളയാനല്ല. പിന്നെയോ എന്റെ ദൈവം എന്നെ വിളിച്ചത്, അവന് വലിയൊരു പദ്ധതി എന്നെ കുറിച്ചുണ്ട്. ആമേൻ. അത് നാശത്തിനായല്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നീ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നെങ്കിൽ, നീ ആ ദൈവത്തിന്റെ സ്നേഹത്തെ അറിഞ്ഞിരിക്കുന്നെങ്കിൽ, നീ ആ ദൈവകൃപയിൽ ഇന്ന് രാത്രികാലം നീ നിൽക്കുന്നുവെങ്കിൽ, അവൻ നിന്നെ വിളിച്ചിരിക്കുന്നത് അവന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതിന് ഏതൊക്കെ ശത്രു നിങ്ങൾക്കെതിരായി നിന്നാലും, ആമേൻ, ഏതൊക്കെ ആഭിചാരകന്മാരും ഏതൊക്കെ മന്ത്രവാദികളും നിങ്ങൾക്ക് എതിരായി നിന്നാലും, ആ ദൈവകൃപയിൽ നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ, ആ ദൈവ വ്യവസ്ഥയിൽ നിങ്ങൾ നിലകൊള്ളുന്നെങ്കിൽ, ഒരു ശത്രുവിനെ നിങ്ങൾ തകർത്ത് കളയാൻ കഴിയില്ല പ്രിയ ദൈവത്തിലെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നിന്നെ വിടുവിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് അത് ബുദ്ധിയുള്ള, ആത്മീയ പക്വതയുള്ള ആരാധനയായിരിക്കണം നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. ആമേൻ. നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് കടന്നു വരാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് ആദ്യം തന്നെ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമുക്ക് കുറിവാക്യമായി വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. നീ എത്രത്തോളം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു? നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങളാണ് വായിക്കേണ്ടത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട് അപ്പൊ അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആരാധനയെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, പൂർണ്ണമായ സമർപ്പണമായിരിക്കണം ആരാധന എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ അത് വെറും ഒരു പ്രകടനമായി തീരും. 2, ദൈവത്തോട് നന്ദി കരയറ്റുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. കാരണം ദൈവം എന്തൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്തു,
ആമേൻ. എത്ര വലിയ അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു. ഇതൊക്കെയും ഓർത്ത് ദൈവത്തിന് നന്ദി കൊടുക്കുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. 3, ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ സമർപ്പണത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഏറ്റവും വലിയ ദാനത്തെ ദൈവം മുമ്പാകെ തന്നെ സമർപ്പിക്കുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. ആമേൻ. അങ്ങനെയുള്ള വലിയൊരു സമർപ്പണം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ സമർപ്പണമാണ്. ആമേൻ. തന്റെ ഏകജാതനായ പുത്രനെ ദൈവത്തിന് വേണ്ടി ബലി കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒഴിവ് കഴിവും പറയാതെ അബ്രഹാം എന്ത് ചെയ്തു? അതിനുവേണ്ടി തയ്യാറായി. കാരണം അബ്രഹാം ദൈവത്തോട് അത്രമാത്രം വിശ്വാസമുള്ളവനായിരുന്നു, അത്രമാത്രം സമർപ്പണമുള്ളവനായിരുന്നു അബ്രഹാം. ആമേൻ. ദൈവം തന്ന മകനെ ദൈവത്തിന് തന്നെ സമർപ്പിപ്പാൻ കാണിച്ച ആ മനസ്സ് അത് ചരിത്രമാകുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ അബ്രഹാം മനസ്സില്ലാതെയല്ല, പൂർണ്ണ സമർപ്പണത്തോടുകൂടി, ആമേൻ, പൂർണ്ണ സമർപ്പണത്തോടുകൂടി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടയായിത്തീർന്നു. നിങ്ങൾക്കും ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് പൂർണ്ണ സമർപ്പണത്തോടുകൂടി ചെയ്യുമ്പോൾ ദൈവപ്രസാദം ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ വേദപുസ്തകം പറയുന്നത് ഒരുവന് പ്രാപ്തിയില്ലാത്തത് സമർപ്പണത്തോടുകൂടി ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നുവോ അത് നീ സമർപ്പണത്തോടുകൂടി നീ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് ദൈവപ്രസാദമായി തീരുന്നു. അതൊരു പക്ഷേ ചർച്ചിൽ കാസേരിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചർച്ച അടിച്ചു വരുന്നതായിരിക്കാം, ഒരു ദൈവദാസന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്നതായിരിക്കാം. നീ അതെല്ലാം ദൈവനാമത്തിൽ സമർപ്പണത്തോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവപ്രസാദം ലഭിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ സമ്പൂർണമായി സമർപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഒരുക്കം ഉണ്ടായിരിക്കണം. അങ്ങനെ സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്. ഹല്ലേലൂയ. ആരാധനയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. റോമർ 12 1-2 വാക്യങ്ങളിലോട്ട് നമുക്കൊന്ന് കടന്നു വരാം. എന്താണ് ആരാധന എന്ന് നമുക്ക് നോക്കാം. റോമറിന്റെ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ആരെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ആമേൻ. സ്തോത്രം. അപ്പോ ഇവിടെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കണം. ആമേൻ. സ്തോത്രം. അപ്പൊ എന്താണ് ബുദ്ധി? ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. അതായിരിക്കണം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്താണ് ബുദ്ധി എന്ന് പറയുന്നത്? ദൈവം പ്രസാദിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ശക്തിയിൽ കൈയടിക്കുന്നത് കൊണ്ടല്ല, ശക്തിയിൽ പാട്ട് പാടുന്നത് കൊണ്ടല്ല, ആമേൻ, തുള്ളിച്ചാടുന്നത് കൊണ്ടല്ല, ഇതെല്ലാം നല്ല കാര്യം തന്നെ. വിശുദ്ധിയുള്ള യാഗമായി നിന്റെ ആരാധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ആ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ആ ആരാധനയിലാണ് പൈശാചിക ശക്തികൾ കീഴടങ്ങുന്നത്. വിശുദ്ധിയുള്ള യാഗമായി നീ നിന്നെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ആമേൻ, ഭൂതശക്തികൾ അവിടെ കീഴടങ്ങുന്നു, മന്ത്രവാദികൾ അവിടെ തോൽക്കുന്നു, ആ വിചാരകന്മാർ വിറയ്ക്കുന്നു, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വരുവാനിടയായിത്തീരുന്നു. അതേ വിശുദ്ധിയുള്ള ക്രിസ്തീയ ജീവിതം ഏത് പൈശാചിക ശക്തിയും പിടിച്ചടക്കുന്നതാണ്, ഏത് പാമ്പിനെയും ചവിട്ടുന്നതാണ്, ഏത് മന്ത്രവാദത്തെയും ഇല്ലാതാക്കുന്നതാണ് വിശുദ്ധിയുള്ള ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ വ്യവസ്ഥ പാലിച്ച്, നീ ദൈവത്തിന്റെ കൽപ്പന പാലിച്ച് വിശുദ്ധിയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവവൈതലാണോ പ്രിയ ദൈവവൈതലേ? നിന്റെ മേൽ ഒരു വാഗ്ദത്തം കിടക്കുന്നു, നിന്റെ മേൽ ഒരു അധികാരം കിടക്കുന്നു. എന്താണ്? പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. ആമേൻ. മാർക്കോസ് സുവിശേഷം 16:16 നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഹല്ലേലൂയ. ആരെ കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും? വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ആമേൻ. ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തവനെ കൊണ്ടല്ല, ബൈബിൾ മുഴുവൻ വായിച്ചവനെ കൊണ്ടല്ല, പിന്നെയോ വിശ്വാസത്താൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. നിങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടു കൂടി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്നുവോ? ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. ഈ സമയം ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം എന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്?
ഞാനിവിടെ ദൈവവചനം കേൾക്കുമ്പോൾ, ഞാനിവിടെ ആരാധിക്കുമ്പോൾ, എന്റെ ഭവനത്തിൽ, എന്റെ വിഷയത്തിന്റെ മേൽ, എന്റെ ജോലി മേഖലകളുടെ മേൽ, എന്റെ സാമ്പത്തികത്തിന്റെ മേൽ അവൻ ഇന്ന് ഈ രാത്രികാലം അത്ഭുതത്തെ പ്രവർത്തിച്ചെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന ഒരാൾ അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും പ്രിയ ദൈവത്തിലെ. ഹല്ലേലൂയ. അപ്പോ എങ്ങനെ നമുക്ക് ജീവനുള്ള യാഗത്തെ അർപ്പിക്കാം? വീണ്ടും നമുക്ക് ചിന്തിക്കാം, എങ്ങനെ നമുക്ക് ജീവനുള്ള യാഗത്തെ അർപ്പിക്കാൻ പറ്റും? രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, കണ്ണുകൊണ്ട് ദോഷം ആസ്വദിക്കാതിരുന്നാൽ. ആമേൻ. രണ്ട്, ചിന്ത കൊണ്ട് ദോഷം പ്രവർത്തിക്കാതിരുന്നാൽ. അങ്ങനെ രണ്ട് കാര്യം കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. ജീവനുള്ള യാഗമായി നമുക്ക് ദൈവത്തിനെ അർപ്പിക്കാൻ പറ്റും. അങ്ങനെ ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മുടെ എല്ലാ കഴിവുകൊണ്ടും ദൈവത്തിന് കീഴടങ്ങി, ആമേൻ, സകലതും ദൈവത്തിന് കീഴ്പ്പെട്ട്, ആമേൻ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അത് ജീവനുള്ള ആരാധനയായി തീരും. ഹല്ലേലൂയ. അതിനെന്ത് വേണം? ജീവനും വിശുദ്ധിയുള്ള, നമ്മൾ ആദ്യം വായിച്ചു കേട്ടു, ജീവനും വിശുദ്ധിയുമുള്ള നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി തീരണം. നിന്റെ മേലൊരു അഭിഷേകത്തിനായി നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി നീ കാത്തിരിക്കുന്നുണ്ടോ? അവന്റെ അഭിഷേകത്തിനായി നീ കാത്തിരിക്കുന്നുണ്ടോ? ഇന്ന് രാത്രികാലം നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരില്ല. ആമേൻ. അതിന് പുതിയ തുരുത്തിയായി നീ മാറണം. ആമേൻ. അപ്പോഴേ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ കടന്നു വരികയുള്ളൂ. ലേവ്യ പുസ്തകം പരിശോധിക്കാൻ നമുക്കറിയാം. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൽ അഹരോനെയും പുത്രന്മാരെയും അഭിഷേകത്തിന് വേണ്ടി ശുദ്ധീകരിച്ചതായി കാണാം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ മേലൊരു അഭിഷേകം കടന്നു വരണമെങ്കിൽ, നിന്റെ മേലൊരു ദൈവകൃപ കടന്നു വരണമെങ്കിൽ, ആ പരിശുദ്ധാത്മാവ് കടന്നു വരണമെങ്കിൽ നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം പ്രിയ ദൈവത്തിലെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, ആഴങ്ങളിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, ദൈവകോപമല്ലാതെ മറ്റൊന്നും അർഹിക്കാത്ത പാപികളാണ് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ആമേൻ, പാപത്തിൻ്റെതായ അങ്ങേയറ്റം നാറുന്ന അവസ്ഥകളിൽ നമ്മൾ കിടന്ന ആ ഒരു അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവം നമ്മളെ കരുണയുള്ളവനായതുകൊണ്ട്, ദൈവം നമ്മുടെ മനസ്സലിവ് കാണിച്ചത് കൊണ്ട് ഇന്ന് ഈ രാത്രികാലവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആയിരിക്കുന്നു. വിശ്വാസിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് വേദപുസ്തകം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? ഒന്ന്, പൂർണ്ണമായി ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ജീവനുള്ള യാഗമായി അർപ്പിക്കണം എന്ന് വെച്ചാൽ ദൈവനാമ മഹത്വത്തിനായി തങ്ങളുടെ ശരീരങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. ഈ ഒരു ആരാധനയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വാക്കുകളിൽ ഒതുങ്ങുന്ന, പ്രകടനത്തിൽ ഒതുങ്ങുന്ന ഒരു ആരാധനയല്ല. പിന്നെയോ ജീവനുള്ള ആരാധനയാണ് കർത്താവിന് വേണ്ടത്. അതാണ് ഈ രാത്രികാലവും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ജീവനുള്ള ആരാധനയായി നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം നിന്റെ മേൽ കടന്നു വരും. വിശുദ്ധിയുള്ള ആരാധനയായി ഇന്ന് രാത്രികാലം നീ നിന്നെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ആ അപ്പോസ്തലന്മാരിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഒരു അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ ഇന്ന് കടന്നു വരും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നീ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണോ എന്നെ കേൾക്കുന്നത്, അവിടെ നിന്നെ കാണുന്ന, അവിടെ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നീ വിശുദ്ധിയോടുകൂടി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ജീവനുള്ള ദൈവപ്രസാദമുള്ള യാഗമായി നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ഒരു വലിയ ദൈവകൃപയുടെ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ ആയിരിക്കുന്ന ആ സ്ഥലത്ത്, ആ ഭവനത്തിൽ ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക തന്നെ ചെയ്യോ? വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ജീവനും വിശുദ്ധിയുമുള്ള ആരാധന എവിടെ നടക്കുന്നുവോ അവിടെ ഒരു പിശാചിനും അടുക്കാൻ കഴിയുകയില്ല. നീ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ, നിന്നെ തന്നെ നീ വിശുദ്ധീകരിക്കുന്നെങ്കിൽ ശത്രുവിന്റെ ഒരു ശക്തിയും അവിടെ അടുക്കാൻ സാധിക്കത്തില്ല. ബുദ്ധിയുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ബുദ്ധിയുള്ള ആരാധന? വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ, ചർച്ചിൽ 1 മണിക്കൂർ ആരാധിക്കുന്നത് മാത്രമല്ല ആരാധന എന്ന് പറയുന്നത്. ഞായറാഴ്ച മാത്രം പാട്ട് പാടുന്നതല്ല ആരാധന എന്ന് പറയുന്നത്. ആമേൻ. പിന്നെയോ എന്ത് ചെയ്യണം? ആമേൻ. ഞാൻ ഉദാഹരണമായ ഒരു കാര്യം പറയട്ടെ. അബ്രഹാം തന്റെ ഏകജാതനായ പുത്രനെ ബലി കഴിക്കുവാനായി മോറിയാമലയിലോട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ പുത്രൻ ചോദിക്കുന്നുണ്ട്, അപ്പ യാഗമൃഗം എവിടെ? നമുക്കറിയാം, അബ്രഹാം പറയുന്നുണ്ട്, ദൈവം കരുതിക്കൊള്ളും. ആമേൻ. പക്ഷെ എന്ത് ചെയ്തു? യാഗം കഴിക്കേണ്ട സാധനങ്ങളെല്ലാം അബ്രഹാം അവിടെ കരുതുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. വിറകുണ്ട്, തീയുണ്ട്, ഒരുപക്ഷെ ആ മകനെ കെട്ടുവാനുള്ള കയറുണ്ടാകാം. അങ്ങനെ തുടങ്ങി ഒരു യാഗം കഴിക്കേണ്ട പല സാധനങ്ങളും അബ്രഹാമിന്റെ കയ്യിലുണ്ടാകാം. എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, ആമേൻ, യാഗം കഴിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവം കരുതേണ്ടത് ദൈവം കരുതേണ്ട സ്ഥലത്ത് ദൈവം കരുതും. പക്ഷെ നീ കരുതേണ്ടത് നീ കരുതണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ആത്മീയ മർമ്മം മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.
ആമേൻ. ഞാൻ ഇപ്രകാരം വ്യാഖ്യാനിച്ച് പറയട്ടെ, നിനക്ക് യാഗം കഴിക്കണമെങ്കിൽ പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ നിനക്ക് സ്തോത്രയാഗം എന്ന യാഗത്തെ നിനക്ക് ഞായറാഴ്ച സഭാരാധനയിൽ കഴിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ അവിടെ വിറകും കയറും എല്ലാം കരുതണം. തിങ്കൾ മുതൽ ശനി വരെയും അവനെ ആരാധിച്ച് ഒരുക്കത്തോടുകൂടിയും ദാഹത്തോടുകൂടിയും സ്തോത്രത്തോടുകൂടിയും സഭയിലോട്ട് കടന്നു ചെല്ലണം. ആമേൻ. അപ്പോൾ നീ കരുതേണ്ടത് അവിടെ നീ കരുതുമ്പോൾ ദൈവം കരുതേണ്ട അവിടെ ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. എന്താ വിറകും തീയും കയറും എല്ലാം അബ്രഹാം കൊണ്ടുപോയി. അത് കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? മോറിയ മലയിൽ പോയി ചുമ്മാ നോക്കി നിൽക്കേണ്ടി വരും. അവിടെ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരത്തില്ല. എന്ന് പറഞ്ഞതുപോലെ നീ കൊണ്ടുപോകേണ്ടത് നീ ചർച്ചിലോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അവിടെ വെറുതെ നോക്കിയിരിക്കേണ്ടി വരും. ആമേൻ. അവിടെ വെറുതെ ഒരു കാഴ്ചക്കാരനായി നോക്കിയിരിക്കേണ്ടി വരും. നല്ല ലൈറ്റ് ആണ്, നല്ല ഫാനാണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ്, നല്ല കീബോർഡാണ്, നല്ല ബോക്സ് ആണ്, നല്ല മെയ്ക്കാണ്, ഇച്ചിരി കൂടിയ പൈസയുടെ കീബോർഡാണെന്ന് തോന്നുന്നു. ചുമ്മാ നോക്കിയിരിക്കേണ്ടി വരും. ആമേൻ. നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നീ കരുതേണ്ടത് നീ കരുതണം. നീ ഞായറാഴ്ച സഭയിലോട്ട് പോകുമ്പോൾ നിന്റെ കൂടെ നീ സ്തോത്രവും കൂടി കൊണ്ടുപോകണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നീ ചുമ്മാ നോക്കിയിരിക്കേണ്ടി വരും. തിങ്കൾ മുതൽ ശനി വരെ നീ നിന്നെ തന്നെ കരുതി സഭയിലോട്ട് നീ സ്തോത്രം കൂടി കൊണ്ടുപോകണം. ഹല്ലേലൂയ. അപ്പൊ നിനക്ക് വേണ്ടത് ദൈവം കരുതിക്കൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ 150 സങ്കീർത്തനത്തിലോട്ട് നമുക്ക് കടന്നു വരാം. ഒരാളൊന്ന് വായിച്ചിട്ട് 150 സങ്കീർത്തനം. വായിച്ചോ? 150 സങ്കീർത്തനം 1 മുതൽ വായിച്ചോ. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോട് അവനെ സ്തുതിപ്പീൻ. വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിപ്പീൻ. കപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിപ്പീൻ. തന്ത്രിനാദത്തോടും കുടലിനോടും കൂടി അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളിൽ ആ കർത്താവ് ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ജീവനോടുകൂടി ആരാധിക്കണം. ഹല്ലേലൂയ. ഇവിടെ 150 സങ്കീർത്തനം പറയുമ്പോൾ കാഹളം, വീണ, കിന്നരം തുടങ്ങി 9 സംഗീത ഉപകരണങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിപ്പനെന്ന് ഒരു വലിയ ആത്മദാഹത്തോടു കൂടി സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം ഇന്ന് നമ്മൾ പല ചർച്ചയിലും കാണുന്നുണ്ട്. ആമേൻ. വലിയ വലിയ സംഗീതോപകരണങ്ങളുണ്ട്, പലവിധമായ ടെക്നിക്കുകളും കാര്യങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആമേൻ. 9 അല്ല 90 പരം വാദ്യോപകരണങ്ങളൊക്കെ വെച്ച് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇവിടെ ആത്മദാഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കിന്നരം, വീണ ഇതെല്ലാം തുടങ്ങി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഇപ്രകാരം പറയട്ടെ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിന്റെ നടുവിൽ ക്രിസ്തു ഉണ്ടോ? ഹല്ലേലൂയ. 9 അല്ല 90 വാദ്യോപകരണങ്ങൾ എടുത്ത് നീ ആരാധിച്ചാലും അത് ജീവനും വിശുദ്ധിയുള്ള യാഗമായി അർപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതിന്റെ നടുവിൽ ക്രിസ്തു ഉണ്ടാകത്തില്ല. അത് വെറും പ്രകടനമായി ഒതുങ്ങും. ആമേൻ. അത് വെറും കാഴ്ച മാത്രമായി ഒതുങ്ങും. എന്നാൽ ജീവനും വിശുദ്ധിയുള്ള യാഗമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന വാദ്യോപകരണങ്ങളിൽ എടുത്ത് ആരാധിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥമായി ആത്മാവിന്റെ സന്തോഷം നിന്റെ ഹൃദയത്തിൽ നിനക്ക് ആരാധിക്കാൻ സാധിക്കും. അപ്പോ ആരാധന എന്ന് പറയുന്നത് ഒന്ന് സമർപ്പണത്തെ കുറിച്ച് നമ്മൾ കേട്ടു. പിന്നെയോ നന്ദി കരയറ്റുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. എന്താ? നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കണ്ണിനും മനസ്സലിവില്ലാതെ പാപത്തിന്റെ ചേറ്റിൽ കിടന്ന നമ്മളെ സുവിശേഷത്തിലൂടെ വീണ്ടും ജനനം തന്ന ദൈവം പുതിയ കാഴ്ചപ്പാടുകൾ തന്നു, പ്രത്യാശ തന്നു, നിരാശകളെ മാറ്റി പുതിയ വീക്ഷണങ്ങൾ തന്നു. ലോകചിന്തയിൽ നിന്ന് ദൈവത്തിന്റെ ചിന്തയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ നന്ദി നിറഞ്ഞ ഒരു ആരാധനയായിരിക്കണം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ എവിടെയാണ് ആരാധന മുഴങ്ങേണ്ടത്? 150 സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കേട്ടു, യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. വിശുദ്ധമല്ലാത്ത മന്ദിരത്തിൽ ആരാധന മുഴങ്ങരുത്. വിശുദ്ധ മന്ദിരത്തിൽ അവനെ സ്തുതിക്കണം. ഏതാണ് വിശുദ്ധ മന്ദിരം? ഇന്ന് ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന നമ്മളാകുന്ന വിശുദ്ധ മന്ദിരത്തിൽ അവന്റെ ആരാധന മുഴങ്ങണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാകുമ്പോൾ യഥാർത്ഥമായ ഹൃദയത്തിൽ നിന്ന്
വിശുദ്ധിയോടുകൂടി നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുന്നതായിരിക്കണം. അങ്ങനെ എല്ലാവരിലും ഒരുപോലെ വിശുദ്ധിയുള്ള ബുദ്ധിയുള്ള ആരാധന വെളിപ്പെട്ട് വരുമ്പോൾ യഥാർത്ഥമായ ദൈവശക്തി അതിന്റെ മധ്യത്തിൽ വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 150 സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. പലപ്പോഴും നീ മരണത്തെ മുഖാമുഖം കണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ജീവിതം നശിപ്പിച്ചു കളയാമെന്നുള്ള അവസ്ഥകൾ ഓർത്തിട്ടുണ്ട്. ആമേൻ. പലപ്പോഴും മടുത്തു ഈ ജീവിതം, ആമേൻ, നിരാശയാണ്, എനിക്കിത് വേണ്ട എന്ന് പലപ്പോഴും പിശാച് നിന്നെ തകർത്ത് കളയാൻ പദ്ധതി ആളുകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിലേക്ക് ആമേൻ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും മരണത്തിന് വേണ്ടി നീ കയറി നിന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നെല്ലാം മരണത്തെ മാറ്റി വീണ്ടും ഒരു ജീവിതം തന്ന, വീണ്ടും ഒരു പ്രത്യാശ തന്ന, വീണ്ടും ഒരു ആത്മീയ സന്തോഷം തന്ന നമ്മളെ വീണ്ടെടുത്ത ആ കർത്താവിനെ നമ്മൾ ജീവനോടെ സ്തുതിക്കണം പ്രിയ ദൈവത്തിലേ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിനെ എന്തിനു സ്തുതിക്കണം? ദൈവത്തിനെ സ്തുതിക്കുവാൻ ദൈവത്തിന്റെ മഹിമയ്ക്കും അവന്റെ വീര്യപ്രവർത്തികൾക്കും അവന്റെ അത്ഭുത പ്രവർത്തികൾക്കും ആ സർവശക്തന്റെ പ്രവർത്തികൾക്കുമാണ്. ദൈവത്തിന്റെ ആ വീര്യപ്രവർത്തികളാണ് അവനെ ആരാധനക്ക് യോഗ്യനാക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് അവന്റെ വീര്യപ്രവർത്തികൾ? നമ്മൾ മറ്റെവിടെ നോക്കണ്ട. ഇന്ന് ഈ ലോകത്തിലോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, സകലതും ദൈവം ഡിസൈൻ ചെയ്തു. സകല സൃഷ്ടിക്കും ഓരോ ഉദ്ദേശമുണ്ട്. ആമേൻ. സൂര്യൻ എങ്ങനെ ഇരിക്കണം, ചന്ദ്രൻ എങ്ങനെ ഇരിക്കണം, നക്ഷത്രം എങ്ങനെ ഇരിക്കണം, ഇതെല്ലാം എങ്ങനെ വേണം, എവിടെ വേണം എന്നെല്ലാം ദൈവത്തിന് വളരെ കൃത്യമായി അറിയായിരുന്നു. ദൈവം സൃഷ്ടിച്ച ഒന്നിനെ കുറിച്ചും അവൻ പശ്ചാത്തപിച്ചില്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് കൃത്യമായി അറിയാമായിരുന്നു. അവൻ ഒന്നിനെയും വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അവന് വീണ്ടും ഒന്നും കൂടി ശരിയാക്കേണ്ട ആവശ്യം വന്നില്ല, റീഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. എല്ലാം വളരെ കൃത്യമായി അവൻ പെർഫെക്റ്റ് ആയി പൂർണ്ണതയോടുകൂടി അവൻ സകലത്തിനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പൊ സകല സൃഷ്ടിക്കും ഓരോ ഉദ്ദേശമുണ്ട്. അവൻ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് അത് ചെയ്യുക എന്നാണ് ഓരോ സൃഷ്ടിയുടെയും ഉദ്ദേശം. 148-ാം സങ്കീർത്തനം നമുക്കൊന്ന് പെട്ടെന്ന് കടന്നു വരുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. 148-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ. സ്തോത്രം. അതിന്റെ കൂടെ തന്നെ അതിന്റെ 6-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. അവൻ അവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി, ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സൂര്യചന്ദ്രന്മാർ തുടങ്ങി ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം ദൈവത്തെ സ്തുതിക്കുകയാണ്. എങ്ങനെയാണ് ഈ സകല സൃഷ്ടിയും ദൈവത്തെ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? അവയ്ക്ക് മനുഷ്യനെ പോലെ ബുദ്ധിയില്ല, ആമേൻ, കൈയില്ല, വായില്ല. എങ്ങനെയാണ് സ്തുതിക്കുന്നത്? ദൈവം എന്തിനു വേണ്ടി അവയെ സൃഷ്ടിച്ചോ, ദൈവം എന്തുദ്ദേശത്തോടു കൂടി അതിനെ നിർമ്മിച്ചോ അത് യഥാർത്ഥമായി ആമേൻ അത് എപ്പോഴും ചെയ്യുന്നു. ഹല്ലേലൂയ. അതിനൊരു മാറ്റവുമില്ല. സൂര്യൻ രാവിലെ വരുന്നു, അത് വൈകിട്ട് പോകുന്നു, ചന്ദ്രൻ വരുന്നു, നക്ഷത്രങ്ങൾ വരുന്നു. ദൈവം എന്തുദ്ദേശത്തോടു കൂടി അതിനെ സൃഷ്ടിച്ചോ അത് കൃത്യമായി ചെയ്യുന്നു. ആമേൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആ മഹത്വപ്പെടുത്തുന്നതിൽ നിന്ന് മനുഷ്യൻ മാത്രമാണ് പലപ്പോഴും മാറിപ്പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഭൂമി സകലതും ദൈവത്തിന്റെ മഹത്വത്തെ സ്തുതിക്കണം. സൃഷ്ടിയെല്ലാം അവനെ മനസ്സിലാക്കി സ്തുതിക്കുന്നതാണ് ഏറ്റവും വലിയ സ്തുതി എന്ന് പറയുന്നത്. അവന്റെ ശക്തിയെ മനസ്സിലാക്കി, അവന്റെ കഴിവിനെ മനസ്സിലാക്കി, അവന്റെ വീര്യപ്രവർത്തികളെ മനസ്സിലാക്കി അവന് കൊടുക്കുന്ന സ്തുതിയാണ് ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്. ദൈവത്തെ നീ യഥാർത്ഥമായി ആഴത്തിൽ അറിയണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറഞ്ഞു കേട്ട യേശുവിനെ അല്ല, എവിടെ നിന്നോ കേട്ടറിഞ്ഞ യേശുവിനെ അല്ല. ആമേൻ. യഥാർത്ഥമായി ആഴത്തിൽ ഹൃദയങ്ങളിൽ നീ യഥാർത്ഥമായി അറിയണം യേശുവിനെ. അവന്റെ നിത്യതയും അവന്റെ പ്രവൃത്തിയുടെ ശ്രേഷ്ഠതയും അവന്റെ സർവശക്തിയും അവൻ ആരാണ് എന്ന് അറിഞ്ഞിട്ട് നീ ദൈവത്തെ ആരാധിക്കണം. അതാണ് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്. എണ്ണമില്ലാത്ത നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ അതിലൊന്നു മാത്രമാണത്. ഹല്ലേലൂയ. എന്നാൽ ശരിയായ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ നീ വേറെ എവിടെയും നോക്കണ്ട, നീ പ്രപഞ്ചത്തിലോട്ട് നോക്കണ്ട. ദൈവത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം കാണുവാൻ ആമേൻ നീ സൂര്യചന്ദ്രന്മാരിലേക്ക് നോക്കണ്ട. പിന്നെയോ നീ നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഹല്ലേലൂയ. അവിടെ കാണാം ദൈവത്തിന്റെ ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ട അവസ്ഥകൾ ഉണ്ടായിരുന്നില്ലേ? പലപ്പോഴും ആമേൻ നശിച്ചു പോകുമെന്നും ആമേൻ ഈ പോട്ടക്കണത്തിലെ തവളയായി എന്റെ ജീവിതം തീരുമെന്നും വിചാരിച്ച അവസ്ഥകൾ ഉണ്ടായിരുന്നില്ലേ?
അവിടെ നിന്നെല്ലാം കരകയറ്റത് വലിയൊരു അത്ഭുതം തന്നെയല്ലേ പ്രിയ ദൈവത്തിലെ. ഹല്ലേലൂയ. ദൈവം ഇത്രത്തോളം നടത്തി. ആ ദൈവത്തിന്റെ നടത്തിപ്പിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ, നന്ദി നിറയുന്ന ഒരു ഹൃദയം കൊണ്ട് നന്ദി നിറഞ്ഞ ഒരു ആരാധന കൊടുക്കുവാനല്ലാതെ, അങ്ങനെ ഒരു ദൈവവേദനായി അല്ലാതെ നിനക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാതിരിക്കാൻ നിനക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ജീവിതം തന്നെ ബുദ്ധിയുള്ള ഒരു ആരാധനയായി നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. പൗലോസിനെ വിളിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ജഡരക്തങ്ങളോട് ആലോചിച്ചില്ല. ദൈവം പറഞ്ഞത് കേട്ട് അപ്പോൾ തന്നെ അബ്രഹാം എല്ലാവരും വിട്ടിറങ്ങുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൂത് ഇതാണ്, പലപ്പോഴും നീ ഒറ്റപ്പെടുന്നത്, പലപ്പോഴും പലരും നിന്നെ മാറ്റി നിർത്തുന്നത്. ആമേൻ. പലപ്പോഴും നിന്റെ കുടുംബത്തിൽ നിന്നും പലതിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവത്തിലെ, നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം കിടപ്പുള്ളത് കൊണ്ടാണ്, ദൈവം നിന്നെ വിളിച്ചത് കൊണ്ടാണ് പലപ്പോഴും നിന്നെ പലതും മാറ്റി നിർത്തുന്നത്. ആമേൻ. ഹല്ലേലൂയ. നീ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ശക്തി നിന്നിലേക്ക് ഇറങ്ങി വരും. ഞാൻ ഉദാഹരണമായ ഒരു കാര്യം പറയട്ടെ. പക്ഷികളുടെ കൂട്ടത്തിൽ എല്ലാ പക്ഷികളും കൂട്ടമായി പറക്കുന്നതാണ്. സ്തോത്രം. എന്നാൽ ഒരു പരുന്തിന്റെ ജീവിതത്തിലോട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അത് ഒറ്റക്ക് പറക്കുന്നത് നമുക്ക് എപ്പോഴും കാണാം. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്താ? അതിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല. അത് ബലഹീനമായ ഒരു പക്ഷിയല്ല. അത് ശക്തിയേറിയ പക്ഷിയാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം തേടുന്നത് എന്തുകൊണ്ടാ? ബലഹീനമായത് കൊണ്ടാ. ഈ ലോകത്തിന്റെ സഹായം തേടാൻ പോകുന്നത് എന്തുകൊണ്ടാ? ബലഹീനമായത് കൊണ്ടാ. എന്നാൽ ഉയരത്തിൽ നിന്ന് നീ ശക്തി പ്രാപിച്ചെങ്കിൽ നീ ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ ഇടയായിത്തീരും. എനിക്ക് ഈ ലോകത്തിന്റെ ശക്തി ആവശ്യമില്ല. ഹല്ലേലൂയ. ശക്തിയെ പ്രാപിക്കാത്തത് കൊണ്ടാ. ഒരു പരുന്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അത് ഏകദേശം 70 വർഷത്തോളം വരും ഒരു പരുന്തിന്റെ ആയുസ് എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ 35-ാമത്തെ വർഷം, ആ ആയുസിന്റെ പകുതിയാകുമ്പോൾ തന്നെ അതിന് വാർദ്ധക്യം ബാധിച്ചു തുടങ്ങുന്നു. സ്തോത്രം. അപ്പോ ആ വാർദ്ധക്യം ബാധിച്ച് അതിന് ഇരപിടിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് കടന്നു വരുന്നു. ഏറെ ശരിയായിട്ട് പറക്കാൻ സാധിക്കുന്നില്ല. അതിന് ആ പൗരുഷമൊക്കെ പോയി. അതിന് ശരിയായിട്ട് പറക്കാൻ സാധിക്കുന്നില്ല. ശരിയായി ഏറെ റാഞ്ചി എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ അത് കടന്നു പോകുന്നു. അപ്പൊ അതിന്റെ മുമ്പിലുള്ളത് 2 വഴിയാണ്. ഒന്ന് മരണം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വീണ്ടും ജനനം തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. അപ്പൊ പരുന്ത് വീണ്ടും ജനനം തിരഞ്ഞെടുക്കുവാനായി അവൻ എന്ത് ചെയ്യുന്നു? പാറയുള്ള ഒരു സ്ഥലം അവൻ തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ക്രിസ്തുവാകുന്ന പാറ നീ തിരഞ്ഞെടുക്കണം. അങ്ങനെ പരുന്ത് എന്ത് ചെയ്യുന്നു? ഒരു ഒറ്റപ്പെട്ട ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഉയരങ്ങളിലുള്ള ഒരു പാറ തിരഞ്ഞെടുക്കുന്നു. ആ പാറ തിരഞ്ഞെടുത്ത് ആ പരുന്ത് അവിടേക്ക് പറന്നുപോയി അതിന്റെ നഖം പിഴുതു മാറ്റുന്നു. അതിന്റെ കൊക്കുകൾ ആ പാറയിൽ ഉരച്ച് അത് മാറ്റുന്നു. അതിന്റെ തൂവൽ അത് സ്വയം പിഴുതു മാറ്റുന്നു. അങ്ങനെ മറ്റൊരു പക്ഷിക്കും സഹിക്കാൻ കഴിയാത്തതായ 150 ദിനങ്ങൾ, വളരെ വേദനാജനകമായ 150 ദിനങ്ങളിലൂടെ ആ പക്ഷി കടന്നു പോകുന്നു. ഒരു പരുന്തിന്റെ അങ്ങനെ അതിന്റെ മറ്റൊരു പക്ഷിക്കും സഹിക്കാൻ കഴിയാത്തതായ നീണ്ട 150 ദിനങ്ങളിലൂടെ ആ പരുന്തിങ്ങനെ കടന്നു പോവുകയാണ്. അത് അങ്ങനെ ആ പാറക്കെട്ടിന് ഇടയിൽ ഒളിച്ചിരുന്ന് പുറം ലോകവുമായി ഒരു ബന്ധമില്ലാതെ അവൻ മാറിയിരിക്കുന്നു. ലോകത്തിൻ്റെതായ ബന്ധങ്ങൾ വിട്ട് അവൻ മാറിയിരിക്കുന്നു. പിന്നീട് ആ വേദനാജനകമായ 150 ദിവസങ്ങൾ കഴിഞ്ഞ് അത് പുറത്തു വരുന്നത് വാർദ്ധക്യം ബാധിച്ചവനായല്ല, പുതിയ ശക്തിയോടുകൂടി അത് പുറത്തു വരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ഇന്ന് ആ പരുന്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നു. അത് എന്തിനു വേണ്ടിയാ? വാർദ്ധക്യത്തിലൂടെ നീ കടന്നു പോകാനല്ല. നീ ക്ഷയിച്ചു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ പുതുബലം ദൈവം നിന്നെ അണിയിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ആ ഒരു അവസ്ഥയിലൂടെ നിന്റെ ജീവിതം കടന്നു പോകുന്നു. അത് നിന്നെ തകർക്കാനല്ല, അത് നിന്നെ ഇല്ലാതാക്കാനല്ല. ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിച്ചു? ദൈവമേ, മറ്റാർക്കുമില്ലാത്ത വെല്ലുവിളികൾ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു? മറ്റാർക്കുമില്ലാത്ത പ്രശ്നങ്ങളും സഹനങ്ങളും എന്തിനെനിക്ക് തന്നു എന്ന് ചിന്തിക്കുന്ന ആരൊക്കെയോ ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. അവരോടായിട്ട് ദൈവം പറയുന്നു, ആ പക്ഷിയെ പോലെ നീ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ കണ്ണുനീരിൽ നിന്നും, നിന്റെ രോഗാവസ്ഥകളിൽ നിന്നും, നിന്റെ ശാപാവസ്ഥകളിൽ നിന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ പുതുശക്തിയോടുകൂടി, പുതിയ ബലത്തോടുകൂടി നീ പുറത്തു വരുന്ന നാളുകൾ വിദൂരമല്ല പ്രിയ ദൈവത്തിലേ. ഹല്ലേലൂയ. എന്നാൽ
ദൈവാത്മാവ് തരുന്ന വെച്ച് ഞാൻ പറയട്ടെ, ആ പക്ഷി വീണ്ടും ജനനം പ്രാപിപ്പാൻ ആമേൻ അത് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് സ്വയം അതിന്റെ തൂവലുകൾ പിഴുതുമാറ്റുന്നു, സ്വയം തന്നെ അതിനെ നഖത്തെ പിഴുതുമാറ്റുന്നു, ആ പാറമേലുരച്ച് അതിന്റെ കൊക്കുകളെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് എന്നെ കേൾക്കുന്നവരോടായിട്ട് ദൈവാത്മാവ് പറയുന്നു, ആരൊക്കെയോ കൊത്താൻ വെച്ച നിന്റെ കൊക്കുണ്ടല്ലോ, അത് നീ ക്രിസ്തുവാകുന്ന പാറമേൽ ഉരച്ച് നീ ഇല്ലാതാക്കണം. ഇരവെടുക്കുന്നത് പോലെയുള്ള നിന്റെ നഖമുണ്ടല്ലോ, അത് നീ ഇല്ലാതാക്കണം. ഹല്ലേലൂയ. ഒളിപ്പിക്കുന്നതായ നിന്റെ തൂവലുണ്ടല്ലോ, എന്തൊക്കെയോ ഒളിപ്പിച്ചു കളയുന്നതായ നിന്റെ തൂവലുകളുണ്ടല്ലോ, ജഡത്തിൻ്റെതായ ഒളിപ്പിച്ചു കളയുന്ന സ്വഭാവങ്ങൾ, ആമേൻ, എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന നിന്റെ തൂവലുകളുണ്ടല്ലോ, അത് നീ ഇല്ലാതാക്കണം. അങ്ങനെ നിന്റെ കൊക്കും നിന്റെ നഖവും നിന്റെ തൂവലും നീ ഇല്ലാതാക്കുമ്പോൾ ആമേൻ വേദനാജനകമായ ഒരവസ്ഥയിലൂടെ ഒരുപക്ഷെ കടന്നുപോയെന്ന് വരാം, നീറുന്ന അവസ്ഥയിലൂടെ ഒരുപക്ഷെ കടന്നുപോയെന്ന് വരാം. എന്നാൽ അതിന്റെ അപ്പുറമായി ദൈവമഹത്വം കാണുവാൻ നീ ഇടയായി തീരും. പ്രിയ ദൈവത്തിലെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങൾ വിശ്വസിക്കണം. ശത്രു എത്രയൊക്കെ എന്റെ ആരോഗ്യത്തെ ബന്ധിച്ചാലും, ആമേൻ, എത്രയൊക്കെ എന്നെ തളർത്തി കളഞ്ഞാലും, എത്രയൊക്കെ ആമേൻ ആയുസിന്റെ പകുതിയാകുമ്പോൾ തന്നെ വാർദ്ധക്യത്തിൻ്റെതായ രോഗാവസ്ഥകളിലൂടെ ഞാൻ കടന്നുപോയാലും, ആമേൻ, അവിടെ വിശുദ്ധിയുള്ള ജീവനുള്ള ദൈവപ്രസാദമുള്ള ആരാധനയായി അത് മുഴങ്ങുമ്പോൾ ആ വാർദ്ധക്യത്തിൽ നിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും, ആ രോഗാവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ. നിങ്ങൾ ജീവനും വിശുദ്ധിയുള്ള യാഗമായി നിങ്ങൾ കൈയടിക്കുന്നുണ്ടോ? ആരാധന ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? അവിടെ പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കുന്നു, അവിടെ മന്ത്രവാദികൾ വിറയ്ക്കുന്നു, അവിടെ കെട്ടുകൾ പൊട്ടുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ചെങ്ങലകൾ പൊട്ടിമാറുന്നു. ഹല്ലേലൂയ. നിങ്ങളെ കെട്ടിയ കെട്ടി എത്ര വലിയ കെട്ടാണെങ്കിലും അത് അഴിക്കുന്നത് ആ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഈ രാത്രികാലം ആമേൻ ദൈവം ഈ പ്ലാറ്റ്ഫോമിലോട്ട് കൂട്ടിവരുത്തിയത്, ഇന്നത്തെ ഈ ആരാധനയിൽ, ഇന്നത്തെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങളായിരിക്കുന്ന ചില മുഖങ്ങൾ തകരപ്പെടണം, നിങ്ങളായിരിക്കുന്ന ചില കെട്ടുകൾ പൊട്ടണം. ആമേൻ. ശത്രു വിറക്കുന്ന ഒരു ആരാധനയായി ഇന്നത്തെ രാത്രികാലം അത് വെളിപ്പെടണം. നിങ്ങളുടെ മുഖങ്ങൾ തകരപ്പെടുന്ന ഒരു രാത്രികാലമാകണം ഈ രാത്രികാലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കീബോർഡിന്റെ താളക്കൊഴുപ്പിനോ താളമേളങ്ങൾ കൊഴുക്കുന്നതിനോ അനുസരിച്ച് അതിന് മാത്രം ഉള്ളിൽ നിന്ന് കടന്നു വരുന്നതല്ല ആരാധന എന്ന് പറയുന്നത്. പിന്നെയോ ഒരു വികാരമല്ല ആരാധന എന്ന് പറയുന്നത്. ദൈവം തകർത്ത ആ ചെങ്ങലകളെ ഓർത്ത്, അവൻ നടത്തിയ ആ വഴികളെ ഓർത്ത്, അവൻ ചെയ്ത നന്മകളെ ഓർത്ത് ഏത് അവസ്ഥയിലും ആ അപ്പനോടുള്ള നന്ദി ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയും. അതാണ് ആരാധനയായി പുറത്തു വരേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ പുറത്തു വരുമ്പോൾ ശരിയായ ദൈവ സാന്നിധ്യം, ശരിയായ കൂട്ടായ്മ, ശരിയായ സന്തോഷം നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. അതാണ് ബുദ്ധിയുള്ള ആരാധന. അങ്ങനെയുള്ളവരോട് കൈയടിക്കാൻ പറയണ്ട, അങ്ങനെയുള്ളവരോട് ആമേൻ സ്തോത്രം കൂടി കൊണ്ടുപോകാൻ പറയണ്ട. അവർ ആര് പറയാതെയും കൈയടിക്കും, ആര് പറയാതെയും ദൈവത്തെ സ്തുതിക്കും. മറ്റൊരു വ്യക്തിയും നോക്കാതെ, ആമേൻ, സാഹചര്യം നോക്കാതെ, ലോകത്തെ നോക്കാതെ ദൈവത്തെ ഇവിടെ നിന്നുകൊണ്ടും ആരാധിക്കും. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കുറിവാക്യമായി വായിച്ച റോമർ 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടി കടന്നു വരാം. നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പൊ 12-ാം അധ്യായം തുടങ്ങുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ മനസ്സലിവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയായിരുന്നു, ഇന്ന് എന്താണ്? ഈ ദൈവത്തിന്റെ മനസ്സലിവ് ഓർക്കുമ്പോൾ ആരാധന വെളിപ്പെടണം. സ്തോത്രം. ഏത് അവസ്ഥയിലായിരുന്നു, ഏത് അടിമത്തത്തിലായിരുന്നു, എങ്ങനെയായിരുന്നു എന്റെ ജീവിതം, ആമേൻ, എങ്ങനെയായിരുന്നു എന്റെ അവസ്ഥകൾ, എങ്ങനെയായിരുന്നു ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ അത് ഓർമ്മിക്കണം. ആമേൻ. അത് ഓർമ്മിക്കുമ്പോൾ നന്ദി നിറഞ്ഞൊരു ആരാധന നിന്റെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെടുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ബുദ്ധിയുള്ള ആരാധനയെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. ബുദ്ധിയുള്ള ആരാധനയിൽ വേണ്ടത് 2 ഘടകങ്ങളാണ്. എന്താണ് ആ 2 ഘടകങ്ങൾ? അത് കയ്യും കാലുമല്ല, കീബോർഡ് മേയ്ക്കും അല്ല. പിന്നെ എന്താണ്? ബുദ്ധിയുള്ള ആരാധന അവിടെ വെളിപ്പെടണമെങ്കിൽ ഒന്ന് പുറകോട്ട് നോക്കണം. ആമേൻ. ഞാൻ എന്തായിരുന്നു, എന്റെ ജീവിതത്തിൽ ദൈവം എത്രയൊക്കെ പ്രവർത്തികൾ ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഇത് പലപ്പോഴും മറന്നു പോകുന്നതുകൊണ്ടാ എന്ത് സംഭവിക്കുന്നത്? പലപ്പോഴും ദൈവത്തോടുള്ള നന്ദി നമുക്ക് പ്രകടമാക്കാൻ സാധിക്കാത്തത്. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലോട്ട് നമ്മൾ ചിന്തിച്ചു
ഞാൻ ഇപ്രകാരം തന്നെ വ്യാഖ്യാനിച്ച് പറയട്ടെ, ഇത്രയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ ശബ്ദവും നേരിട്ട് കേട്ട ആമേൻ വേറൊരു ജനത പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അവരുടെ കൺമുമ്പിൽ അവർ കാണുകയാണ്, ചെങ്കടൽ രണ്ടായി നിൽക്കുന്നു, സ്തോത്രം പറയുമ്പോൾ എരിഹോ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നു, യോർദാൻ മുറിക്കപ്പെടുന്നു. ഇത്രയും അധികം അത്ഭുതങ്ങൾ കണ്ണാലെ കണ്ട ഒരു ജനത വേറെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും പലപ്പോഴും അവർ ദൈവത്തിന്റെ ആ പ്രവൃത്തി മറന്നുപോയി. അവർ സ്വന്തം ദേശത്തോട്ടെത്തിയപ്പോൾ, അനുഗ്രഹത്തിലേക്ക് കടന്നപ്പോൾ പലപ്പോഴും അവർ ദൈവത്തെ മറന്നുപോയി. ദൈവത്തെ മറന്നുപോയതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ പലപ്പോഴും പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടേണ്ടി വന്നു. പ്രിയ ദൈവത്തിലെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. പലപ്പോഴും ദൈവം നടത്തിയ വഴികളെ നമ്മൾ മറക്കുമ്പോൾ പലപ്പോഴും ഇസ്രായേൽ ജനതയെ പോലെ പ്രവാസത്തിലോട്ട് പോകേണ്ട അവസ്ഥ വരുന്നു, അടിമത്തത്തിലോട്ട് പോകേണ്ട അവസ്ഥ വരുന്നു. ദൈവത്തിന്റെ പ്രവർത്തികളെ നമ്മൾ മറന്നു പോകുമ്പോൾ ശത്രുവാകുന്ന പിശാചിന്റെ അടിമത്തത്തിലോട്ട് നമ്മൾ പോകേണ്ടുന്ന അവസ്ഥ വന്നു. അപ്പോൾ രണ്ട് ഘടകങ്ങൾ നമുക്ക് വേണം. ഒന്ന്, പുറകോട്ട് നോക്കുക, ഞാൻ എന്തായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു എന്ന്. രണ്ടോ, ഞാൻ എന്നെ തന്നെ നോക്കണം, ഇപ്പോഴെന്തായിരിക്കുന്നു. ആമേൻ. ദൈവം എന്തൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്തു. ഹല്ലേലൂയ. ആരോഗ്യം തന്നു, ബലം തന്നു, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ശക്തി തന്നു. ഹല്ലേലൂയ. എങ്ങനെ എന്നെ തന്നെ നോക്കുന്നത്? എന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ സാധിക്കണം. നിങ്ങൾ ജീവനുള്ള യാഗമായി സമർപ്പിക്കപ്പെടണം. ക്രിസ്തുവിന് വേണ്ടി പലതും ഉപേക്ഷിക്കപ്പെടേണ്ടി വരും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരുന്തിൻ്റെതായ അവസ്ഥകളിൽ ആമേൻ പരുന്ത് എന്ത് ചെയ്യുന്നു? അതിന്റെ ശരീരത്തിൽ നിന്ന് അത് പലതും ഉപേക്ഷിക്കുന്നു, പലതും ഉപേക്ഷിച്ചു കളയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, നിനക്ക് നിരപ്പ് പ്രാപിപ്പാനുണ്ടെങ്കിൽ ആദ്യം നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് നിരപ്പ് പ്രാപിക്കുക. പിന്നെ വന്ന് നീ യാഗം കഴിക്കുക. അപ്പോഴാണ് നിന്റെ ആരാധന അത് ബുദ്ധിയുള്ള ആരാധനയായി മാറുന്നത്, ജീവനുള്ള ആരാധനയായി മാറുന്നത്. ആമേൻ. വിട്ട് കളയാനില്ല എന്തൊക്കെയോ നീ വിട്ട് കളയണം. ആമേൻ. നിരപ്പ് പ്രാപിക്കാനുള്ള എന്തൊക്കെയോ നീ നിരപ്പ് പ്രാപിക്കണം. നിന്റെ കയ്യിലുള്ള ചിലതിനെ നീ എടുത്തു മാറ്റണം. ആമേൻ. നിന്റെ ചില കൊക്കുകളെ, നിന്റെ ചില തൂവലുകളെ, നിന്റെ ചില നഖങ്ങളെ ഇന്ന് രാത്രികാലം നീ ഇല്ലാതാക്കണം. അപ്പോഴാണ് നിനക്ക് ഒരു അനുഗ്രഹത്തെ പ്രാപിപ്പാൻ സാധിക്കുന്നത്. അപ്പോഴാ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിനക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നിന്റെ ആരാധന ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി, ദൈവപ്രസാദമുള്ള ആരാധനയായി അത് ദൈവം സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമുക്കറിയാം, യാഗം കഴിക്കാൻ എന്ത് ചെയ്തു? ആടിനെയും കാളയും എല്ലാം കൊണ്ടുപോയി അതിനെ ബലി കൊടുക്കുമായിരുന്നു, അതിനെ അർപ്പിക്കുമായിരുന്നു. ആമേൻ. എന്നാൽ ഈ ആടും കാളയും ഒക്കെ എന്ത് ചെയ്യും? ഇതിനെ ബലി കഴിക്കാൻ ഇത് നിന്നു കൊടുക്കുവോ? ഇതിനെ അറക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിന്നു കൊടുക്കുവോ? ഒരിക്കലും ഇത് നിന്നു കൊടുക്കത്തില്ല. ഇതെന്ത് ചെയ്യും? ഇത് പതറി ഓടാൻ നോക്കും. ആമേൻ. ഒരിക്കലും ഇത് സ്വയം മനസ്സായിട്ട് ഇത് ബലി കഴിക്കാൻ നിന്നു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലോട്ട് കടന്നു വരുന്ന നമ്മളോ, സ്വയം മനസ്സായി നമ്മളെ തന്നെ ബലി കഴിക്കുന്നതായിരിക്കണം, നമ്മളെ തന്നെ സ്വയം സമർപ്പിക്കുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. വലിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ ആയിരിക്കരുത്. ഹല്ലേലൂയ. നമ്മളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിക്കുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. ആരും വലിച്ചു കൊണ്ടുപോകുന്നതായിരിക്കരുത് ആരാധന എന്ന് പറയുന്നത്. വീണ്ടും റോമർ 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുള്ള ആയുധങ്ങളായി ഉപയോഗിക്കരുത്. ആമേൻ. സ്തോത്രം. ഞാൻ ഇപ്രകാരം പറയട്ടെ, അനുസരണക്കേടിന് വേണ്ടിയോ ആമേൻ പാപം പടർത്തുവാനോ നമ്മുടെ കൈകളെയോ നമ്മുടെ ശരീരങ്ങളെയോ നമ്മുടെ അവയവങ്ങളെയോ നമ്മൾ ഉപയോഗിക്കരുത്. സ്തോത്രം. വിശ്വാസികളോട് ചോദിച്ചാൽ വിശ്വാസികൾ പറയും, ആമേൻ, പലരും പറയും, ഞാൻ പാപം ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ആമേൻ. ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പാപം ഒന്നും ചെയ്യുന്നില്ല, ഞാൻ മോഷ്ടിക്കുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എല്ലാം വിശുദ്ധനാണ്. ആമേൻ. എല്ലാവരും പറയും, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞത് മുതൽ ആമേൻ ഞാൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നീ വ്യഭിചാരം ചെയ്യുന്നില്ല എങ്കിലും, നീ മോഷ്ടിക്കുന്നില്ല എങ്കിലും, നീ പല പാപങ്ങളും ചെയ്യുന്നില്ല എങ്കിലും നിനക്ക് രക്ഷ നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താ? സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് നീ യോഗ്യനാകും. നിന്റെ നാവിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിനക്ക് കിട്ടിയ രക്ഷ നഷ്ടപ്പെടും. നിന്റെ നാവിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിനക്ക് കിട്ടിയ കൃപ നഷ്ടപ്പെടും. നിന്റെ നാവിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിന്റെ അനുഗ്രഹത്തെ നഷ്ടമാകുവാൻ ഇടയായിത്തീരും. ആമേൻ. വ്യഭിചാരം ചെയ്യുന്നത് മാത്രമല്ല പാപം, മോഷ്ടിക്കുന്നത് മാത്രമല്ല പാപം, കൊല ചെയ്യുന്നത് മാത്രമല്ല പാപം. ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനായിത്തീരുന്നു. സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെങ്കിൽ നമ്മൾ നിസാരം എന്ന് കരുതുന്ന പല പാപങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ അത് വലിയ പാപങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ.
ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ ദൈവം കണക്കിടുന്നില്ല. സ്തോത്രം. ഒരുവനോട് ഒരുവൻ ഞെരുങ്ങിപ്പോകരുത്. കള്ളസത്യം ചെയ്യാനോ കള്ളസാക്ഷി പറയാനോ മറ്റൊരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ബിസിനസ്സോ എന്തുമായിക്കോട്ടെ അത് തകർക്കുവാൻ അനീതിയുടെ ആയുധങ്ങളായി നമ്മുടെ അവയവങ്ങളെ നമ്മൾ ഉപയോഗിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിക്കുമായി നമ്മൾ വേർതിരിക്കാമെങ്കിൽ യഥാർത്ഥ ആരാധന വെളിപ്പെടും. യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രിയ ദൈവത്തിലെ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം നടത്തിയ വഴികളെ ഓർത്ത്, ദൈവത്തിന്റെ ആ കൃപകളെ ഓർത്ത്, ദൈവത്തിന്റെ മനസ്സിലെ ഓർമ്മിപ്പിച്ച് ദൈവത്തിന് കൊടുക്കുന്ന ജീവനും വിശുദ്ധിയുള്ള യാഗമായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. ഇല്ല എങ്കിൽ അത് വെറും പ്രകടനത്തിൽ ഒതുങ്ങുന്നതായി തീരും. അതൊരിക്കലും ദൈവം കൈക്കൊള്ളുന്നതായി തീരില്ല. നിന്റെ യാഗവസ്തു അവിടെ വെച്ച് നീ നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന് നീ ആരാധന സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിഫലമില്ലാതെയായി പോകും. ആമേൻ. ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവന്റെ ന്യായവിധിയുടെ ദിവസത്തിന് മുമ്പിൽ നമ്മൾ ലജ്ജിച്ചു പോകണമെന്ന ഒരു അവസ്ഥ വരും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആമേൻ. അതുകൊണ്ട് അനീതിയുടെയോ അനുസരണക്കേടിനോ നമ്മുടെ കാര്യങ്ങളെ ഉപയോഗിക്കാതെ ക്രിസ്തുവിന് വേണ്ടി, ആമേൻ, അവന്റെ സുവിശേഷത്തിന് വേണ്ടി ഇന്ന് രാത്രികാലം നീ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, പൂർണ്ണമായി നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ആമേൻ, ദൈവത്തിലേക്ക് നിന്റെ ഹൃദയത്തെ നീ പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ഏതൊക്കെയോ വലിയ ദൗത്യം നിങ്ങളിൽ ചിലരെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആദ്യം എന്റെ സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ ഒഴിവൊഴിവ് പറഞ്ഞു. മോശയെ പോലെ മാറി നിന്ന അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ മാറി നിൽക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് തളർന്നു പോയി ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. അവരോടായിട്ട് ദൈവാത്മാവ് പറയുന്നു, ആമേൻ, നീ നിന്നെ തന്നെ ദൈവത്തിന് മുമ്പിൽ നീ സറണ്ടർ ചെയ്താൽ, നിന്നെ തന്നെ നീ കീഴ്പ്പെടുത്തി കൊടുത്താൽ, നിന്നെ തന്നെ നീ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം ഏതൊക്കെയോ നീ പ്രതീക്ഷിക്കാത്ത ദൗത്യം ദൈവം ഇന്ന് രാത്രികാലം നിന്നെ ഏൽപ്പിക്കാൻ പോകുക. അത് നിന്റെ ദേശങ്ങളിൽ വിടുതലായി, നിന്റെ കുടുംബങ്ങളിൽ വിടുതലായി, അനേകർക്ക് അനുഗ്രഹമായി ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുക. ദൈവം ചില ഡ്യൂട്ടികളെ നിന്നെ ഏൽപ്പിക്കാൻ പോകുക. മോശയ്ക്ക് ശേഷം യോശുവയെ ഏൽപ്പിച്ചത് അവിടെ ലക്ഷോപലക്ഷം ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ, ആമേൻ, വേറെ കേമന്മാരില്ലാഞ്ഞിട്ടല്ല. ആമേൻ. ദാവീദിനെ തെരഞ്ഞെടുത്തത് അവിടെ വേറെ കേമന്മാരില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ ദൈവം കണ്ടത് അവനെയായിരുന്നു. മോശയെ ദൈവം കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം ഒരുവനെ കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ, ഒരു പദ്ധതി നിന്നിലൂടെ ദൈവം നിറവേറ്റണമെന്ന് ആഗ്രഹിച്ചാൽ, ആമേൻ, നീ ദൈവ പദ്ധതിയിൽ നിന്ന് എവിടെയൊക്കെ ഒളിച്ചോടിയാലും, നീ ദൈവ പദ്ധതിയിൽ നിന്ന് എവിടെയൊക്കെ മാറി നിന്നാലും, ആമേൻ, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നീ ദൈവത്തിന്റെ കൃപയിൽ നിന്ന്, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നീ എത്രയൊക്കെ ഒളിച്ചോടിയാലും, ഈ ലോകത്തിൽ നീ എത്രയൊക്കെ സമ്പാദിച്ചാലും, ഈ ലോകത്തിൽ എത്രയൊക്കെ നീ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയാലും, അവിടെ നിന്ന് നിന്നെ താഴെ ഇറക്കി ദൈവ പദ്ധതിയിലോട്ട് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെതായ വഴിയിലോട്ട് നിന്നെ നടത്തുവാൻ അവന് സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒളിച്ചോടുന്നതായിരിക്കരുത് നമ്മുടെ ആത്മീയജീവിതം എന്ന് പറയുന്നത്. ആമേൻ. മാറി നിൽക്കുന്നതായിരിക്കരുത് നമ്മുടെ ആത്മീയജീവിതം എന്ന് പറയുന്നത്. പിന്നെയോ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ ആത്മീയജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒരു വലിയ വിടുതലുകളെ കാണാൻ സാധിക്കും. വലിയ കൃപ നമ്മുടെ മേൽ പകർന്നതായിട്ട് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തിനായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നു, അവരുടെ മേൽ ഇപ്പോൾ അവർ ആയിരിക്കുന്നിടത്ത് വലിയ ദൈവിക സാന്നിധ്യം കടന്നു വരുന്നു. നിങ്ങൾ കണ്ണടച്ചാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ദൈവത്തിലേക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കണ്ണടച്ച് ഹൃദയങ്ങളെ പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, ഈ രാത്രികാലം അങ്ങയുടെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ, തിരുനാമത്തെ വാഴ്ത്തുവാൻ, കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഒരുക്കി തന്ന ഈ നല്ല നിമിഷത്തിനായി ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകത്തിനായി കൃപയ്ക്കായിട്ട് ദാഹത്തോടുകൂടി ആയിരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. കർത്താവെ, അവരായിരിക്കുന്ന സ്ഥലത്ത് അവരുടെ മേൽ വലിയ ദൈവകൃപകളെ ചൊരിഞ്ഞുകൊണ്ട് വലിയ ദൗത്യങ്ങളെ കർത്താവ് ഇന്ന് രാത്രികാലം ഏൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൻ കൃപകളെ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകത്തെ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് ഞാൻ എങ്ങനെ കരകയറും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നല്ലോ കർത്താവെ, അവരുടെ മേൽ വലിയ അത്ഭുതങ്ങളും കർത്താവ് വലിയ വീരപ്രവൃത്തികളും അങ്ങ് ചെയ്തുകൊണ്ട് അവർ ആയിരിക്കുന്ന കർത്താവ് പൊട്ടക്കിണറ്റിൽ നിന്ന് അവരെ കരകയറ്റി, അവർ ആയിരിക്കുന്ന ചട്ടക്കൂടിൽ നിന്ന് അവരെ കരകയറ്റി
വലിയൊരു സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൽ കാണുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകാൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രോഗികളായിരിക്കുന്ന വ്യക്തികളുടെ മേൽ അങ്ങയുടെ അത്ഭുതകരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരിച്ച ലാസറിനെ പോലും ഉയർപ്പിക്കുന്ന ദൈവിക ശക്തി ഇവർ ആയിരിക്കുന്ന അവസ്ഥകളുടെ മേൽ കർത്താവിന്റെ കരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഇവരുടെ മേൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, ദൈവശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നിവിടെ സംസാരിച്ച വചനങ്ങളൊന്നും കർത്താവെ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാൻ ഇടവരാത്ത വണ്ണം കർത്താവ് ഇവരെ കരുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയുടെ കൃപയ്ക്കാട് സ്തോത്രം. സകല മാനവ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ആമേൻ. ഈ 109ാമത് ഓൺലൈൻ ഫെലോഷിപ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല നിമിഷത്തിനായി ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാൽ എന്നെ കേൾക്കുന്ന ഗ്രേസി ആന്റി, ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിനായിട്ട് ഗ്രേസി ആന്റിക്കായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ സിജി സിസ്റ്റർ, സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ വിവിധ ദേശങ്ങളിൽ നിന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവവേദനയുമായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ സ്ഥലം കണ്ണൂരാണ്. ആമേൻ. കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്നെ കൂടി ഓർക്കുക. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു നാമത്തിൽ തന്നെ. ആമേൻ.